എനിക്ക് ഒരു അഭിമുഖം നടത്താൻ വളരെ സന്തോഷമുണ്ട്. ഈ കലാരാഷ്ട്രത്തിൽ കൂടെ അല്ലേ സാർ ഈ പദവിയിലേക്ക് വന്നത്? ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കലാരാഷ്ട്രീയം വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമാണോ, വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനം ചെയ്യുന്നുണ്ടോ, അതോ മറുവശത്ത് അവരുടെ പഠനത്തെ അത് ബാധിക്കുമോ? അതിന് രണ്ട് വശവും. ഞാൻ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് വന്ന സമയത്ത് എൻ്റെ അധ്യാപകന് എന്നോട് പറഞ്ഞൊരു എൻ്റെ കലാലയ കോളേജിനകത്ത് രാഷ്ട്രീയം പാടില്ല ഇല്ലാത്തതാണ്. അപ്പോൾ കോളേജിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. എൻ്റെ രാഷ്ട്രീയം ഞാൻ കോളേജിനെ പുറത്താണ് നിർത്തി. പക്ഷേ ഒരു കാലത്ത് കോളേജിൽ രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം വർദ്ധിച്ച് ആ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇൻഡിസിപ്ലിനായി മാറി. അത് പിന്നെ അക്രമത്തിലേക്ക് മാറി. അങ്ങനെ കോളേജ് അന്തരീക്ഷം അക്രമം മൂലം വളരെ വലിയ പ്രശ്നം അങ്ങനെ സംഭവിച്ചു. അത്തരം രാഷ്ട്രീയം ഒരിക്കലും സ്വീകാര്യമല്ല. അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കും, പഠിത്തത്തിൽ മാറും. അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയം വഷളായപ്പോഴാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം കോളേജ് വേണ്ട എന്ന നിലപാടെടുത്ത് അത് രാഷ്ട്രീയമില്ലാതെ ആയും തെരഞ്ഞെടുപ്പും ഇല്ലാതായി. അതിനൊരു അനന്തരഫലമുണ്ടായി. അത് ഞാൻ ഇപ്പോൾ കാണുന്നു. അനന്തരഫലം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലത്ത് പൊളിറ്റിക്കൽ അഫിലിയേഷനോട് കുട്ടികൾ കൂടുതൽ അടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒന്നുകിൽ KS അല്ലെങ്കിൽ അന്നത്തെ SFI അതെല്ലാം സെക്കുലർ സംഘടനകളായി. അപ്പോൾ കുട്ടികൾക്ക് രണ്ട് ഗുണമുണ്ടാകും. ഒന്ന്, സെക്കുലർ ഐഡിയാസിൽ അവർ അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരോടുകൂടി ഒരു ഈക്വാലിറ്റി ഫീലിംഗ് അവർക്കുണ്ടാകും. അങ്ങനെ അതുപോലെ തന്നെ അവർ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുകയും ചെയ്യുവാനും. ഇന്ന് രാഷ്ട്രീയം പൂർണ്ണമായി ഇല്ലാതായ കലാലയങ്ങൾ മറ്റൊരർത്ഥം സംഭവിച്ചു. മത സംഘടനകൾ സ്വാധീനമാണ്. കാര്യം കുട്ടികൾക്ക് എവിടെയെങ്കിലും ഒരു സംഘടനയെ ഒന്നിനോടൊരു ലോയൽറ്റി ഉണ്ടാകുക സ്വാഭാവികമാണ്. സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യൻ്റെ വേർഡ് ഇൻ യുവർ മൈൻഡ്, യു വാണ്ട് ടു ഫീൽ ഇറ്റ്, ഐദർ യു വാണ്ട് ടു യു ഷുഡ് ഹാവ് സംതിങ്. അതുകൊണ്ട് നാച്ചുറലി കുട്ടികൾ ഒന്നിനോട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ മതത്തിലൂടായി. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരുതരം മതവാദവും ഒരു പരിധിവരെ തീവ്രവാദവും കുട്ടികളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ മതവാദവും തീവ്രവാദവും, ഞാൻ ആത്മീയതയാണ് പറയുന്നത്, ആത്മീയതയെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞാൽ മതവാദമല്ല. എൻ്റെ മതം നല്ലത് മറ്റേത് മോശം എന്ന് കഴിഞ്ഞ് ആ തരത്തിലുള്ള ചിന്താഗതിയല്ല യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. മതത്തിനതീതമായ ദൈവവും മനുഷ്യനുമായുള്ള ഒരു ബന്ധത്തിൻ്റെ ആത്മീയതയാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യും. പക്ഷേ ഈ മതവാദം ഉണ്ടായി അത് ഒരുതരം വർഗീയവാദവും ഒരു പരിധിവരെ തീവ്രവാദത്തിലേക്ക് പോകാനുള്ള അതിനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് അർത്ഥം? ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യ പാഠങ്ങൾ മതേതര സംഘടനകളും ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനം കോളേജുകളിൽ ഉണ്ടാകുകയും വേണം. അതേ സമയത്ത് അക്രമ രാഷ്ട്രീയം അനുവദിക്കാൻ പാടില്ല. സാർ ഇപ്പോൾ ഒരു ഉന്നതമായ പൊസിഷൻ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ്. നേരത്തെ ഒരു അധ്യാപക പ്രവൃത്തി പരിചയമുണ്ടായിരുന്നു. രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷകരമായതും സുഖകരമായ ജോലിയാണ്. അതിനൊരു സംശയമില്ല. സന്തോഷകരവും സുഖകരമായ ജോലി എൻ്റെ കോളേജ് അധ്യാപക. അതാണ് ഏറ്റവും സന്തോഷം തരുന്നത്. എല്ലാ ദിവസവും നമുക്ക് ജോലിയുടെ സംതൃപ്തിയുണ്ട്, വർക്ക് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കുട്ടികളെ നന്നായി പഠിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുട്ടികളുടെ മുഖത്തും നമുക്ക് അറിയാം. ആ കുട്ടികളുടെ അപ്പോൾ നമ്മൾ നന്നായി പഠിപ്പിക്കും, കുട്ടികളുടെ ഒരു സ്നേഹം നമുക്ക് കിട്ടും. ആ സ്നേഹം നമുക്ക് അറിയാം, മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി. അപ്പം കോളേജിൽ പഠിപ്പിച്ച കാലത്ത് എല്ലാ ദിവസവും ഞാൻ സംതൃപ്തിയോടുകൂടാണ് മടങ്ങിയത്. രാഷ്ട്രീയത്തിൽ വന്ന അങ്ങനെ ഒരു സംതൃപ്തിയില്ല. ഓരോ പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാകാത്ത കാര്യങ്ങളെ അങ്ങനെ നീണ്ടു പോകുന്ന പ്രശ്നങ്ങളാണ് രാഷ്ട്രീയത്തിനെ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയെ പോലുള്ള വലിയൊരു നേതാവ് സാറിനെ പലപ്പോഴും പ്രൊഫസർ PJ കുര്യൻ എന്നാണ് വിളിച്ചത്. എല്ലാവരും എന്നെ ഞാൻ കോളേജിൽ ഇവിടെ MP ആയി വന്നപ്പോൾ മുതൽ എല്ലാവരും എന്നെ പ്രൊഫസർ എന്നാണ് വിളിച്ചത്. അതിൽ തന്നെ നമുക്കറിയാം ഒരു കോളേജ് അധ്യാപകനായിരുന്നുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള റെപ്യൂട്ടേഷൻ ഉണ്ടെന്നുള്ളത് അറിയാമായിരുന്നു.
ഇന്നത്തെ യുവജനങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലീഡർഷിപ്പിലേക്ക് വരാനായിട്ട് അവർ ഒരുപക്ഷെ പഠനം കൊണ്ടാണോ എന്തുകൊണ്ടോ പിന്മാറ്റത്തിന് ഒരു അനുഭവമാണ്. അതെന്തുകൊണ്ട് സംഭവിക്കും കലാലയ? അതിന് ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ല റോൾ മോഡൽ ഇപ്പോൾ കുറഞ്ഞു വരും. നല്ല റോൾ ഇപ്പം സ്വാതന്ത്ര്യ സമര കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു വലിയ അഭിവാജ്യം, അതൊരു വശം. അതേസമയത്ത് റോൾ മോഡൽ, ഇത് രണ്ടും കൂടാണ് എല്ലാവരെയും കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ചിന്താഗതി മാറുകയും ചെയ്തു, റോൾ മോഡൽ കുറയുകയും ചെയ്തു. അപ്പോഴേ കുട്ടികൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നതും ഇതുപോലെ ഒരു തൊഴിലാണ് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായി. അതൊരു സേവനമാണ്, അഭികാമ്യമാണ്, അതിനുവേണ്ടി ഇറങ്ങണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പതിയെ കുറഞ്ഞു വരുന്നില്ല. രണ്ടാമത് ഒരു മെറ്റീരിയലിസ്റ്റിക് ചിന്ത ഉണ്ടായി. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഉദാരവൽക്കരണവും ഒക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഈ സമ്പത്ത് കൂടുതലുണ്ടാക്കുക, ജോലി ഉണ്ടാകുക, പണം ഉണ്ടാകുക, സമ്പത്തുണ്ടാകുക എന്നുള്ളൊരു മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതി ലോകത്തെല്ലായിടത്തും വളർന്നു, നമ്മുടെ സമൂഹത്തിൽ വളർന്നു, കുട്ടികളിലും അത് സ്വാഭാവികമായി ഉണ്ടായി. അത് ഈ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയുടെ ഒരു ലാഭം ഉണ്ടാക്കുക, ഏർണിങ്സ് ഉണ്ടാക്കുക. അങ്ങനെ അതൊരു ചാനലുകളെല്ലാം അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം അങ്ങനെ ആയിക്കഴിഞ്ഞു. അപ്പൊ സർവീസ് എന്ന് പറയുന്നത് അതിന്റെ പ്രാധാന്യം, ബിസിനസിന്റെ പ്രാധാന്യം കൂടുകയും ലാഭത്തിലേക്ക് കാര്യങ്ങൾ എല്ലാം ലാഭത്തിലേക്ക് എന്ന മട്ടിലേക്ക് ആയിപ്പോയത്. ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലാഭത്തിൽ നോക്കുന്നു. ഇപ്പം കുട്ടികളാണെങ്കിൽ അഡ്മിഷന് വേണ്ടി കാശ് കൊടുക്കേണ്ടി വരുന്നു, പിന്നീട് വലിയ ഫീസ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ തരത്തിലൊരു കാഴ്ചപ്പാട് നമ്മൾ അറിയാതെ ഡെവലപ്പ് ചെയ്തു. വലിയ അപകടമാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരുന്ന എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നല്, സേവനത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു. ചെറുപ്പത്തിൽ തന്നെ അവരെ അത് പഠിപ്പിക്കും. ഞാനിപ്പോ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഞാനത് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയാം. അതായത് ഞാൻ പിന്നെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ മദ്യപാനത്തിൽ ദോഷങ്ങൾ. സൺഡേ സ്കൂളിൽ നിന്നെല്ലാം പഠിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ അതിങ്ങനെ മദ്യപാനം ഒരു ദോഷമാണ്, അത് തെറ്റാണ്, ഇങ്ങനെ ചില തെറ്റുകൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചതിൽ നിന്ന് എൻ്റെ മനസ്സിലത് അതെങ്ങനെയാണ് ഞാൻ ഉദാഹരണം. ഞാൻ ചൈനയിലെ മന്ത്രി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഒരു ടോസ്റ്റിന് ലിക്കർ ഓഫ് ചെയ്തപ്പോൾ ഞാൻ റെഫ്യൂസ് ചെയ്താണ് മുന്നേ വെച്ചു. എനിക്ക് റെഫ്യൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കപ്പോൾ സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച് ഓർമ്മ വന്നു, മനസ്സിലായി. അപ്പം നമുക്ക് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് വാല്യൂസ് കൊടുത്താൽ അത് നിൽക്കും. അത് കൊടുക്കാത്തപ്പോഴാണ് കുട്ടികൾക്ക് സ്ട്രോങ് ക്യാരക്ടർ ഉണ്ടാകാത്തത്. അപ്പോൾ അതിന് മാതാപിതാക്കൾക്ക് അത് വലിയ കടമ. മാതാപിതാക്കൾ തന്നെ തെറ്റിപ്പോവാണ്, പിന്നെ എന്തോ ചെയ്യും. അതെ, അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ തന്നെ സഭ, സൺഡേ സ്കൂൾ, യുവജന സഖ്യം ഒരുപാട് സഹായിച്ചു. എന്നെ സൺഡേ സ്കൂളും യുവജന സഖ്യവും ഒരുപാട് സഹായിച്ചു. എന്ന് മാത്രമല്ല, നമുക്ക് അതിനേക്കാൾ ഉപരി നമുക്ക് ഒരു ലക്ഷ്യബോധം നമ്മൾ പൊതുപ്രവർത്തനം ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതൊക്കെ നേരിടാനുള്ള ധൈര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വിശ്വാസത്തിന് പഠിക്കുന്നത്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നൽകി. ഇപ്പം എത്ര പേര് ആത്മഹത്യ ചെയ്യും? എന്താ കാര്യം? എന്താ ഈ ആത്മഹത്യ ചെയ്യുന്നവർ അവർക്കൊരു സ്ട്രോങ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കുകയില്ല, തോന്നുകയില്ല, മനസ്സിലായി. ചില പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കും. അൺഫോർച്യുനേറ്റ്ലി അതാണ് സൺഡേ സ്കൂളിൽ നിന്ന്, അതാണ് യുവജന സഖ്യത്തിൽ നിന്ന്, അതാണ് സഭയിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ആണ് കിട്ടുന്നത്. അതൊക്കെ മാതാപിതാക്കളും അതുപോലെ തന്നെ സൺഡേ സ്കൂളും സഭയും എല്ലാം അതിന് ബാധ്യസ്ഥമായ. ഓക്കെ, അപ്പോൾ നമ്മുടെ സഭ, സമൂഹം എല്ലാം കൂടെ ഒരുമിച്ച് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. സാറിന് ഒരു പറയാനുള്ള ഒരു കാര്യമാണ്, പൊളിറ്റീഷ്യൻസ് കറപ്റ്റഡ് ആണെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒറ്റയടിക്കുന്നു പറയും പൊളിറ്റീഷ്യൻസ് എല്ലാം കറപ്റ്റഡ് ആണ്. സാറിൻ്റെ എക്സ്പീരിയൻസിൽ ഒരു ധാർമ്മികത തന്നതുകൊണ്ട് ഒരു ധർമ്മച്യുതിക്കെതിരെ നിലകൊള്ളാനായിട്ട് സാറിനെ പ്രേരിപ്പിക്കുന്നില്ല? പ്രത്യേകിച്ച് ഗാന്ധിസം, കോൺഗ്രസ് അനുഭാവിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു ലീഡറുമായിരിക്കുമ്പോൾ ഗാന്ധിയൻ മൂല്യങ്ങൾ ഒരുപാട് സ്വാധീനിച്ചു. ബൈബിൾ സ്വാധീനിച്ചു. അല്ലല്ല, ഗാന്ധിയൻ മൂല്യങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ബൈബിൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രൂത്ത് ഈസ് ഗോഡ്, സത്യം ഹി പരമേശ്വരൻ, സത്യമാണ്. അപ്പോൾ സത്യമാണ് ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതെന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്, എന്നെ വളരെ. അതുകൊണ്ട് തന്നെ
വാസ്തവത്തിൽ പല കാര്യങ്ങളും സത്യത്തിൽ പ്രത്യാഘാതം എന്തായാലും സത്യം പറയണം, സത്യത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള നിലപാട് എന്നെ വളരെ വളരെ സ്വാധീനിച്ചിട്ട് ഉള്ളതാണ്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ എല്ലാവരും കറക്റ്റാണെന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അതിൻ്റെ കാര്യം പറയാം. സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. അപ്പം അതിൽ നിന്ന് പരിശോധിച്ചാൽ ഈ കറപ്ഷൻ, രാഷ്ട്രീയക്കാരുടെ കറപ്ഷൻ എക്സ്പോസ് ചെയ്യപ്പെടുന്നു വേഗം. ഇത്ര നേരം ഞാൻ സംസാരിച്ചിരുന്നത് ആധുനിക തലമുറയ്ക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് സാറിൻ്റെ എക്സ്പീരിയൻസ് അധ്യാപക വൃത്തിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ഇപ്പോൾ ഭാരതത്തിന് ഒരു സമന്വിതമായ ഒരു നേതൃത്വ നിലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ ആധുനിക തലമുറയ്ക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ഈ ആധുനിക യുവത്വത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞാൽ, വാസ്തവത്തിൽ ഇന്ന് യുവലോകം ഒരു പരിധിവരെ തെറ്റായി സഞ്ചരിക്കുന്ന, ശരിക്കും അബദ്ധസഞ്ചാരം നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വാസ്തവത്തിലെ മൂല്യങ്ങളെ ഉണ്ടല്ലോ, മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക്. ശരിക്കും ബൈബിളിൽ നിന്നും ബൈബിളിൽ നിന്നായാലും കൊള്ളാം, ഭഗവത്ഗീതയിൽ നിന്നായാലും കൊള്ളാം, ഖുറാനിൽ നിന്നായാലും കൊള്ളാം, സമൂഹത്തിൽ നിന്നുള്ള നല്ല മൂല്യങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് ചെറുപ്പം മുതലേ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അവർ അബദ്ധസഞ്ചാരം നടത്തും, അധപതിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മനുഷ്യൻ ആ മൂല്യങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഏറ്റവും പ്രധാനം സത്യത്തോടുള്ള കമ്മിറ്റ്മെന്റ്, സത്യത്തോടുള്ള കമ്മിറ്റ്മെന്റ്, നീതിയോടുള്ള കമ്മിറ്റ്മെന്റ്, സാമൂഹ്യ പ്രതിബദ്ധത. അതിനുപരിയായി ഒന്നിന് പറയാം, നിങ്ങളുടെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മതവികാരങ്ങളോട് ബന്ധപ്പെടുത്തുന്നതല്ല. അതിനുപ്പുറത്ത് മതത്തിന് അതീതമായ ഒരു സെക്യുലർ കാഴ്ചപ്പാടോടുകൂടെ സമൂഹത്തെ കാണുവാനും സമൂഹത്തോട് പ്രതികരിക്കാനും ഒക്കെ കഴിയണം എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഈ മൂല്യങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതം, മൂല്യങ്ങൾ മുറുകെ പിടിക്കാത്ത ഒരു ജീവിതം തീർച്ചയായും അപകടത്തിൽ ചെന്ന് എത്തും എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, പണം മതി, പഠിച്ചാൽ മതി, പണം മതി, നല്ല ജോലി കിട്ടിയാൽ മതി എന്ന് കരുതുന്ന ഒരു വലിയ സമൂഹം വളർന്നു വരുന്നത് വാസ്തവത്തിൽ അവർക്കും നാടിനും ആപത്താണ്. ഓക്കെ സാറേ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഇത്ര നേരം സാറിനോട് സംസാരിച്ചിരുന്നത് സല്ലാപമായിരുന്നു. എല്ലാവിധമായ ആശംസകളും നേരുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, ഫ്യൂച്ചറിൽ അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.